നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി ദിവാലി ആശംസകൾ. ഇന്ന് ഒക്ടോബർ 20, 2025 തിങ്കൾ. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലുണ്ടായ സ്ട്രോങ് ബൈയിങ്, പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ട്രെൻഡിന്റെ സപ്പോർട്ട് തുടങ്ങി പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ട് ഇന്നും ദിവാലി ദിനത്തില് നേട്ടത്തോടുകൂടി തന്നെ നമ്മുടെ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 25,788 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. സോ അതേസമയം മാർക്കറ്റിന് ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് ഇന്ന് 25,926 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. സോ തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് ഫ്രഷ് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 133 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,843 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചപ്പോൾ സെൻസെക്സിനും ഇന്ന് ഫ്രഷ് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 441 പോയിന്റുകളുടെ നേട്ടവും, അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 319 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അതേസമയം ഇന്ന് ഫിൻ നിഫ്റ്റിക്ക് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചെങ്കിലും ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്ക് ആയ ICIC ബാങ്കിന്റെയും മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് സ്റ്റോക്കുകളുടെയും മോശമായ പെർഫോമൻസിനെ തുടർന്ന് ഫിൻ നിഫ്റ്റിക്ക് 33 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. റിലയൻസ് ഇൻഡസ്ട്രീസ്, ശ്രീറാം ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, സിപ്ല, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ICIC ബാങ്ക്, ഇറ്റേണൽ, പവർ ഗ്രിഡ്, JSW സ്റ്റീൽ, M&M തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ BSE മിഡ് ക്യാപ്പിന് 0.7% നേട്ടം കൈവരിക്കുവാനായപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.5% നേട്ടമേ കൈവരിക്കുവാനുമായുള്ളൂ. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റലും കൺസ്യൂമർ ഡ്യൂറബിൾസും ഒഴികെ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. PSU ബാങ്കിന് 3% നേട്ടം കൈവരിച്ചുകൊണ്ട് ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ടും ഇന്ന് മാറുവാൻ സാധിക്കുകയുണ്ടായി. അതേസമയം ഓയിൽ ആൻഡ് ഗ്യാസ്, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാൻ ഇന്ന് സാധിച്ചു. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗിൽ നിന്നും 4 പൈസയുടെ നേട്ടത്തോടുകൂടി 87.93 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്ന് ദിവാലി ദിനത്തിൽ നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുണ്ടായ 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. മാർക്കറ്റ് സമയത്ത് റിയൽ ടൈം അപ്ഡേറ്റ്സ് നൽകുവാനായിട്ട് നമ്മൾ പുതിയ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് കമന്റ് ബോക്സിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായി തന്നെ ഇന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം Q2 ഏർണിംഗ്സ് വന്നതിന്റെ ഫലമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിൽ മാത്രം ഇന്ന് 3.5%-ലേറെ റാലി അനുഭവപ്പെടുകയുണ്ടായി. കൂടാതെ HDFC ബാങ്ക്, ബജാജ് ഫിൻസർവ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിലും അതിശക്തമായ ബൈയിങ് ഉടലെടുത്തതിനെ തുടർന്ന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിക്കുകയുണ്ടായി. ഈ ഒരു ഫാക്ടർ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ സഹായിക്കുകയുണ്ടായി. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റും ഇന്തോനേഷ്യൻ മാർക്കറ്റും ഒഴികെ ബാക്കി എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതും. മാത്രമല്ല ഗോൾഡിന്റെയും സിൽവറിന്റെയൊക്കെ വില ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ച 100% താരിഫ് നടപടികളിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് മാറി മറിയുകയുണ്ടായി. സോ അതിനെ തുടർന്ന് വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ഉടലെടുത്ത പോസിറ്റീവ്നെസ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലേക്കും പടരുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. തൽഫലമായി ഇന്ന് യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരാനായതും മാത്രമല്ല ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് എല്ലാ മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നതും അവസാനിപ്പിച്ചതും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. സോ
പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ട്രെൻഡ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തതാണ് രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് സഹായിക്കുകയുണ്ടായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് ചെറിയ എമൗണ്ടിലാണെങ്കിൽ കൂടിയിട്ടും ബയേഴ്സ് ആയിട്ട് കഴിഞ്ഞ അവസാനത്തെ 3 ട്രേഡിംഗ് സെക്ഷനിൽ മാറുകയുണ്ടായി. മാത്രമല്ല ഏതാനും മാസങ്ങളായിട്ട് വലിയ എമൗണ്ടുകൾക്ക് സെല്ലിംഗ് നടത്തിയിരുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ മാസം നിലവിൽ ആകെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 500 ചില്ലറ കോടി രൂപയ്ക്ക് മാത്രമേ നെറ്റ് സെല്ലിംഗ് നടത്തിയിട്ടുള്ളൂ. സോ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ മനോഭാവത്തിൽ വന്ന മാറ്റവും നമ്മുടെ മാർക്കറ്റിന് ഇന്നും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. നാലാമതായി ഇന്നും തുടർച്ചയായി ക്രൂഡ് ഓയിലിന്റെയും ബ്രന്റ് ക്രൂഡിന്റെയും വിലയിലുണ്ടായ ഇടിവ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ സഹായിച്ച നാലാമത്തെ പ്രധാനപ്പെട്ട കാരണം. അഞ്ചാമതായും അവസാനമായും ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് നേരിയ നേട്ടമാണെങ്കിലും നേട്ടത്തോടു കൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്ത്യൻ രൂപയ്ക്കായതും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ദിവാലി ഫെസ്റ്റീവ് മൂഡ് നിലനിൽക്കുന്നതിനാലും മാത്രമല്ല ഇന്ത്യ വിക്സ് ഇന്ന് കൂൾ ഓഫ് ആകുകയുണ്ടായി 2.5%. സോ ഈ രണ്ട് ഘടകങ്ങളും ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെയും സഹായിക്കുകയുണ്ടായി. ഇനി വരാൻ പോകുന്ന 2 ദിവസങ്ങളിലും ചൊവ്വയും ബുധനും ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണെങ്കിലും നാളെ 21-ാം തീയതി ഇന്ത്യയിലെ എക്സ്ചേഞ്ചുകൾ മുഹൂർത്ത ട്രേഡിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞ് 1:30 മുതൽ 1:45 വരെ പ്രീ മാർക്കറ്റും തുടർന്ന് 1:45 മുതൽ 2:45 വരെ മുഹൂർത്ത ട്രേഡിംഗ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നാളെ ഈ സമയത്ത് നമ്മുടെ മാർക്കറ്റുകളിൽ വ്യാപാരം നടക്കും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ നിലവിൽ നേരിയ ഉയർച്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഭാരത് രസായൻ വെള്ളിയാഴ്ച ഒക്ടോബർ 24, 2025 ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും ബോണസ് ഷെയർ ഇഷ്യൂവിന്റെയും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. REC Q2 ഏർണിംഗ്സിൽ ഇയർ ഓൺ ഇയറിൽ 9.34% ഉയർച്ച കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ 10.62% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. PTC ഇൻഡസ്ട്രീസ് കമ്പനി ഭാരത് ഡൈനാമിക്സുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് മിസൈലുകൾ വികസിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള MOUയിൽ സൈൻ ചെയ്യുകയുണ്ടായി. RBL ബാങ്ക് എമിറേറ്റ്സ് NBD ബാങ്ക് 60% വരുന്ന സ്റ്റേക്കുകൾ അക്യൂർ ചെയ്യാനുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ന് സ്റ്റോക്കിൽ 9% റാലിയും അനുഭവപ്പെടുകയുണ്ടായി. ഏവർക്കും ദിവാലി ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. മുഹൂർത്ത ട്രേഡിംഗ് നിലനിൽക്കുന്നതിനാൽ തന്നെ നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.